വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ട് ഇഡലിയും ദോശയൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന ദോശയും ഇഡലിയും ഒക്കെ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു അരക്കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് ഓട്സ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടത് പൊടിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഓട്സ് ഇവിടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഉഴുന്നുകൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കപ്പ് ഓട്സ് എടുത്തതിനകത്ത് അരക്കപ്പ് ഉഴുന്ന് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അതാണ്ട ഒട്ടും പൊടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ട നല്ല ഫൈനായിട്ട് നല്ല ക്ലിയറായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ്, നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളതിലേക്ക് ഒരു പകുതി സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് ഇടുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. കുറച്ച് മല്ലിയില നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു പകുതി സവോള, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും നമ്മൾ ഈ മിക്സിലേക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഉഴുന്നും ഓട്സും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതിനകത്തോട്ട് നമ്മൾ ഈ ഒരു മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ മിക്സ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് അത് യോജിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഓട്സ് വെറുതെ കഴിക്കാനൊക്കെ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്നും ഓട്സ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മിക്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മളൊരു ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റുന്ന ഒരു പരുവത്തിന് അധികം വെള്ളം ചേർത്തിട്ടല്ല. ഇനി നമ്മളത് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഏകദേശം ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനിയും ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ എടുക്കാം. അതിനുശേഷം നമ്മളൊരു അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ നമ്മൾ സാധാരണ ഇഡലി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ച് ആവിക്ക് വെച്ച് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇഡലി ഓരോന്നായിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ ഡിഫറെൻ്റായിട്ട് നമുക്ക് ഓട്സൊക്കെ വെറുതെയൊക്കെ കഴിക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് ഓട്സിനൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആക്കി നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇഡലി തട്ടിനകത്ത് വെച്ച് അപ്പച്ചെമ്പിൽ വെച്ച് നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ്. അതേസമയം ഇതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ദോശയും കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒന്ന് തൂക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാ കോരി ഒഴിച്ച് ദോശ ഉണ്ടാക്കുന്നത് പോലെ നമുക്കിത് ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ദോശ ഒന്ന് ഏകദേശം ഒരു സൈഡൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഓട്സൊക്കെ ഓവർനൈറ്റ് ഓട്സൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കുന്നതിലും കുറച്ച് വേവിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.
അഭിപ്രായങ്ങളൊക്കെ പറയണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട്. കണ്ടോ നമ്മുടെ ഇഡലി ഇപ്പം ഏകദേശം നന്നായിട്ട് വെന്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഇഡലി ഓരോന്നും നമ്മൾ വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഡലി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ദോശയും ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണിത്. മല്ലിയിലയും മറ്റേ ആ സവോളയുടെയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് ഓട്സും കൂടി ഇട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ്.